ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചിഞ്ചി സബല ക്രിയേഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൽ അടിപൊളി കളക്ഷൻസ് എല്ലാം ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് നമ്മളെപ്പോഴും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതേപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റീസ്റ്റോക്കിംഗ് വീഡിയോ ആണ്, റീസ്റ്റോക്കിംഗ് ഐറ്റത്തിന്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കൃത്യമായി പറഞ്ഞ 1 വർഷം മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ഐറ്റം നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് ഹിറ്റ് ആവുകയും ഒത്തിരി ഓർഡേഴ്സ് അന്നും ഇന്നും നമുക്ക് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. അപ്പോൾ അത് പിന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഉടുത്തോണ്ട് വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണെങ്കിലും 100-150% ഉറപ്പായിട്ടുണ്ടാവും. അതെ, അപ്പൊ നമ്മുടെ നേരത്തെ മുതൽ നമ്മൾ സ്റ്റോക്കിംഗ് ആയിട്ടുള്ള വിചിത്ര സിൽക്ക്, അതിന്റെ ഒപ്പം തന്നെ അജ്രക്ക് ബ്ലൗസിന്റെ സ്റ്റോക്ക് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാരി നമ്മുടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകാറുണ്ട്, പക്ഷെ നമുക്ക് ബ്ലൗസ് പീസുകൾ നമുക്ക് ഇടയിൽ നിന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോവുകയോ ചെയ്യാറ്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ചേർത്തിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ട് നമ്മൾ പഴയ റേറ്റിൽ തന്നെ, നമ്മൾ ആദ്യം ഏത് റേറ്റിലാണ് കൊടുത്തുകൊണ്ട് പോന്നിരുന്നത് ആ സെയിം റേറ്റിൽ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തത് കേട്ടോ. അപ്പൊ അതിന്റെ കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കളക്ഷൻസിലേക്ക് പോയാലോ. അപ്പോൾ കളക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന സാരി തന്നെയാണ് നമ്മുടെ വിചിത്ര സിൽക്ക് സാരി വന്നിട്ടുള്ളത്. എന്നിട്ട് അതിനകത്തേക്ക് അജ്രക്ക് ബ്ലൗസ് പീസാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ബ്ലൗസും ഈ പാറ്റേണിൽ വന്നിട്ടുള്ള കോളർ നെക്ക് വന്നിട്ടുള്ള ബ്ലൗസ്, എന്നിട്ട് ബാക്ക് കോളർ പോലെ വന്നിട്ടുള്ള ബ്ലൗസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം കേട്ടോ. ആദ്യത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ചെറുപയറ് പച്ച, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബ്രിക്ക് റെഡിനകത്ത് വന്നിട്ടുള്ള ഒരു അജ്രക്ക് ബ്ലൗസ് പീസും ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. സാരി ഈ സാരികളെല്ലാം തന്നെ നമുക്ക് റെഡി ടു വിയറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, നോർമലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നോർമൽ സാരി പ്ലസ് അജ്രക്ക് ബ്ലൗസ് പീസിന്റെ റേറ്റ് വരുന്നത് 649 രൂപയാണ് വന്നിട്ടുള്ളത്. റെഡി ടു വിയർ ആണെങ്കിൽ 799 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത്. സെക്കൻഡ് കളർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, നല്ലൊരു മെറൂൺ ഷെയ്ഡ്, അതിന്റെ കൂടെ തന്നെ ഒരു അജ്രക്ക് പ്രിന്റ് വന്നിട്ടുള്ള അല്ലെങ്കിൽ ബഗ്രു പ്രിന്റ് വന്നിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടന്റെ ബ്ലൗസ് പീസ് കേട്ടോ. നല്ലൊരു കോംബോ ആയിട്ടാ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സാരിയുടെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 6 മീറ്ററിന്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ 44 ഇഞ്ച് ആണ് അതിന്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ആ ബ്ലാക്കിന്റെ ഒപ്പം തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു റെഡ് ആണ്, നമ്മുടെ ക്രിസ്തുമസ് റെഡില്ലേ ആ ഒരു ക്രിസ്തുമസ് റെഡ്, അതിന്റെ ഒപ്പം തന്നെ കോട്ടന്റെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസാണ് ആയിട്ടുള്ളത്. ഈ ബ്ലൗസിന്റെ ഒക്കെ വിഡ്ത്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചസ് ആട്ടോ. അധികം വണ്ണമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് നല്ലൊരു ഇതിന്റെ ഒപ്പം തയ്ച്ചിടാൻ ഇഷ്ടമില്ലെങ്കിൽ ഒരു ടോപ്പ് തയ്ക്കാനുള്ള അത്രയും വിഡ്ത്തിലുള്ള 1 മീറ്ററിന് വന്നിട്ടുള്ള ബ്ലൗസ് പീസ് ആട്ടോ വന്നിട്ടുള്ളത്. ഇതേപോലെ വന്നിട്ടുള്ളത് സാരി കളർ ഇത്. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ ഉടുത്തേക്കണത് തന്നെയാണ് കേട്ടോ. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ്, അതിനകത്തേക്ക് ഇതേപോലെ ബ്ലൗസ് പീസ് പോയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത്, നല്ലൊരു കളർ കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതേപോലെ കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് നമുക്ക് ഇപ്പോഴും നമുക്ക് ഓർഡർ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡ്, നമ്മുടെ ഞാവൽപ്പഴത്തിന്റെ അകത്തെ ഒരു കളറില്ലേ അത്രയും ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് കോട്ടന്റെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇതേപോലെ പീകോക്ക് ബ്ലൂ ഷെയ്ഡ്, പീകോക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്, ബ്ലൂ അല്ല. ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇതേപോലെ യെല്ലോ ഷെയ്ഡ്, അതിനകത്തേക്ക് ഇതേപോലെ ബ്ലൗസ് പീസ് പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള നല്ല ഇതായിട്ടുള്ള കളേഴ്സ് ആട്ടോ നമ്മളുടെ സ്റ്റോക്ക് ഇരിക്കണ എല്ലാം തന്നെ. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ഷെയ്ഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഗ്രീനിന്റെ ഒരു വെറൈറ്റി ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇതിനകത്തേക്ക് ഇതേപോലെ ബ്ലൗസ് പീസ് പോയേക്കുവാണേ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പീച്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഒരു പീച്ചല്ല, ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ആ ഒനിയൻ പിങ്കിനകത്തേക്ക് ഇതേപോലെ ബ്ലൂവിന്റെ ഒരു ബ്ലൗസ് പീസും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും
നല്ല ഭംഗിയാണ് ട്ടോ. ഇത് നമുക്കൊരു ഫംഗ്ഷൻ വിയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കൊരു നോർമലായിട്ട് ടീച്ചേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിലും, അതിലുപരി ഇപ്പൊ സാരി ഉടുക്കാനൊക്കെ അറിയില്ലാത്തവർ പെട്ടെന്ന് സാരി ഉടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. വണ്ണം ഉള്ളവർക്കാണെങ്കിലും വണ്ണം ഇല്ലാത്തവർക്കാണെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സാരിയാണ് കേട്ടോ നമുക്ക് ഈ വന്നേക്കുന്നത്. അത് തന്നെയല്ല, ഇതെന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. ഈ വിചിത്ര സിൽക്കിൽ തന്നെ ഡിഫറെന്റ് ക്വാളിറ്റിയിൽ സാരീസ് അവൈലബിൾ ആണ്. അതിനകത്ത് നമ്മൾ ക്വാളിറ്റി ഉള്ള സാരിയാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറുള്ളത് കേട്ടോ. അതേപോലെ വന്നിട്ടുള്ള ഒരു സാരിയാണ്. ഇതാണ് നെക്സ്റ്റ് കളർ. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാലോ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നത് ലാവണ്ടറിന്റെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ലാവണ്ടർ തന്നെയാണ്, അതിനകത്തേക്ക് നല്ല ഡാർക്ക് ആയിട്ട് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് പോയിട്ടുള്ളത്. എന്നിട്ട് ഇതിനകത്തേക്ക് ഇതേപോലെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. ഒരു ഓറഞ്ച്, ഒരു പേസ്റ്റൽ ഓറഞ്ച് ഇല്ലേ, ആ ഒരു പേസ്റ്റൽ ഓറഞ്ച് ഷെയ്ഡിനകത്തേക്ക് ഇതേപോലത്തെ ഈ ഒരു ബ്ലൂ വില്ലിന്റെ ഉള്ളിൽ വന്നേക്കണ ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടെന്ന് പറയുന്നത് നല്ല മാച്ചിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് കേട്ടോ. നല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലാണെങ്കിൽ തന്നെ നല്ല ഭംഗിയിൽ നിൽക്കണ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. നമ്മൾ ഇതൊരു കറക്റ്റ് ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് വന്നത്. മറ്റേതൊരു പീച്ചിഷ് ഒനിയൻ പിങ്കിന്റെ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇതേപോലത്തെ രണ്ടെണ്ണം കാണിച്ചിരുന്നു. അതിനകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത് ഈ ഒരു കോംബോയാണ് കേട്ടോ. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളത്. ഇതില്ലേ, ഈ ബ്ലൗസ് പീസിൽ വന്നിട്ടുള്ള ഒരു പിങ്ക് വന്നിട്ടില്ല, ഒരു ഒനിയൻ പിങ്ക്, ആ ഒരു പിങ്ക് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ആ രണ്ടും കൂടെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് ഇട്ടാലാണെങ്കിൽ നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും കളേഴ്സ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഷേപ്പ് വെയർ ആണ് കേട്ടോ. ഷേപ്പ് വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ ഈ ഒരു സാരി ഉടുത്തേക്കുന്നത് ഈ ഒരു ഷേപ്പ് വെയർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സാരി. അതുകൊണ്ട് തന്നെ കണ്ടോ, നമുക്ക് നല്ല ഉടുത്ത് കഴിഞ്ഞാലാണെങ്കിലും നല്ല ഷേപ്പായിട്ട് നല്ല ഒതുങ്ങിയിരിക്കും സാരികളൊക്കെ. ഇപ്പൊ നമ്മൾ സാരി ഉടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഇപ്പൊ നോർമൽ സാരി പാവാടയൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ എത്ര എടുത്താലും നമുക്ക് ആ ഒരു സാരി ഉടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് കുറവായിരിക്കും. സാരി ഷേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു സാരി ഉടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സാരി ഉടുത്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി ഷേപ്പറാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ബനിയൻ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് ഇത്രയും പട്ട പോയിട്ടുണ്ട്. ഇപ്പൊ ചിലർക്ക് പൊക്കം കുറവാണെന്ന് പറയും, ഇത് നല്ല ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത്. ഇനി പൊക്കം കുറവാണെന്നുള്ളവർക്ക് ഇത് ഇങ്ങനെ മടക്കുക, ഇട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ മടക്കിയിട്ട് കണ്ടോ ഇങ്ങനെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് അത് അങ്ങനെ ഇറക്കം കുറഞ്ഞിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇതേപോലെ ഇരുന്നോളൂ കണ്ടോ. അങ്ങനെ ഇരിക്കും. അതേപോലെ തന്നെ ഈ ഒരു സൈഡില് ഇതേപോലെ സ്ലിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നടക്കാനൊക്കെ ആണെങ്കിലും നല്ല കംഫോർട്ടാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 399 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ എക്സലും ഡബിൾ എക്സലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് കേട്ടോ, ബ്ലാക്ക് ഷെയ്ഡ്. അതേപോലെ തന്നെ ഒരു രാമ ഗ്രീൻ ഷെയ്ഡിലുള്ളത് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കോഫി ബ്രൗൺ ഇല്ലേ, കോഫി ബ്രൗൺ ഷെയ്ഡിൽ അവൈലബിൾ ആണ്. പിന്നെ വൈറ്റ് ഷെയ്ഡ് അവൈലബിൾ ആണ്. പിന്നെ ആഷ് ഷെയ്ഡ് അവൈലബിൾ ആണ്. പിന്നെ ഒരു പീച്ച് ഷെയ്ഡ് അവൈലബിൾ ആണ്. 399 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഓഫ് വൈറ്റ് ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഷെയ്ഡുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി, നമ്മളത് നിങ്ങൾക്ക് ഓർഡർ ആക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയും ഷെയ്ഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ സാരിയുടെ ഒപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ബ്ലൗസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സെയിം പ്രിന്റ് അല്ല, ഡിഫറെന്റ് പ്രിന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കോളർ നെക്ക് വന്നിട്ടുള്ള ബ്ലൗസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. 8660467409 എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ.